now. Attendance mark ചെയ്യാൻ മറക്കരുത്. Then take your textbook, page number 112. My house. My house. We already discussed about our house in our previous class. So, which are the main rooms of a house? We discussed about different rooms of a house. There are lots of rooms in a house. Which are the main rooms of a house? Dion Jake. Which are the main rooms of a house? Bathroom. Okay. Bathroom. Okay. Kitchen. Okay. Living room. Bedroom. Okay. Living room, bathroom, kitchen, a bedroom. Okay. Kore rooms undale. Living room undu. Living room. In a house, there is a living room. Oru veetil endundi living room undale. What is living room? When we sit and watch TV and read newspaper, etc. നമ്മൾ ഇരുന്ന് പത്രം വായിക്കുകയും TV കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു റൂം അല്ലേ? ചിലപ്പോൾ ഗസ്റ്റ് ഒക്കെ വന്നാൽ പെട്ടെന്ന് കയറി ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണല്ലേ? ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബെഡ്റൂമിന്റെ അകത്തേക്കൊന്നും അവർ കയറാറില്ല അല്ലെ? എവിടെ ഇരിക്കും? നമ്മുടെ ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് നമ്മൾ അവിടുന്ന് എന്തെങ്കിലും സംസാരിക്കും, TV കാണും, പത്രം വായിക്കും, ബുക്സ് ഒക്കെ വായിക്കും അല്ലെ? ലിവിംഗ് റൂമിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാറ് അല്ലെ? So there is living room is an important room in the house. So living room. Then Anvi, എന്താണ് മോളെ അൻവി? ആൻസർ പറയാനാണോ? എന്നാ പറയൂ. എല്ലാ റൂമിന്റെ പേര് പറയാം. Living room. Kitchen, bathroom. Bedroom, living room, kitchen and bathroom അല്ലേ? These are the main rooms of a house. ഇതാണ് ഒരു വീട്ടിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കുറെ മുറികൾ അല്ലേ? പിന്നെയും കുറെ മുറി ഉണ്ടാവും അല്ലേ? ബെഡ്റൂം തന്നെ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും, ബാത്റൂം ചിലപ്പോൾ 2-3 ഉണ്ടാവും, ലിവിംഗ് റൂം ഉണ്ടാവും, പിന്നെ കിച്ചൺ ഉണ്ടാവും 1-2, അങ്ങനെ കുറെ റൂംസ് ഉണ്ടാവും. എന്നാലും മെയിൻ ആയിട്ട് എന്തൊക്കെയാ ഉള്ളത്? ദക്ഷിണ, ഏതൊക്കെ റൂംസ് ആ ഉള്ളത്? Living room. Living room. Kitchen, bathroom. Bedroom. Okay. Living room, kitchen, bedroom, bathroom. ഇങ്ങനെ കുറെ റൂംസ് ഉണ്ട് അല്ലേ? പിന്നെ 2-3-4 ബെഡ്റൂംസ് ഉണ്ടാവും. വേറെയും കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? സ്റ്റോർ റൂം ഉണ്ടാവും, ഡൈനിങ് റൂം ഉണ്ടാവും, ഗസ്റ്റ് റൂം ഉണ്ടാവും, കുറെ റൂംസ് ഉണ്ടാവും. എന്നാലും മെയിൻ ആയിട്ട് എന്താണ്? എല്ലാവരുടെ വീട്ടിലും ലിവിംഗ് റൂം ഉണ്ടാവും. ഒരു ബെഡ്റൂം എന്തായാലും ഉണ്ടാവും. ബാത്റൂമും വളരെ അത്യാവശ്യമാണ് അല്ലെ? ബാത്റൂം ഉണ്ടാവും, കിച്ചണും ഉണ്ടാവും. അപ്പൊ ബെഡ്റൂമില് നമ്മൾ എന്ത് ചെയ്യും? കിടന്ന് ഉറങ്ങും അല്ലെ? കിടന്നുറങ്ങുകയും നമ്മുടെ മറ്റ് പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ്? ബെഡ്റൂമിലാണ് ഉണ്ടാവുക അല്ലെ? ചിലപ്പോൾ നമ്മൾ കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ എന്താണ് നമ്മള് പിന്നെ ചിലപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോണത് അവിടെ ആയിരിക്കും അല്ലെ? അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മള് ബെഡ്റൂമില് ആണ്. പിന്നെ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അവരൊക്കെ ലിവിംഗ് റൂമിലായിരിക്കും. അവിടുന്ന് നമ്മൾ ചിലപ്പോൾ TV കാണും, അല്ലെങ്കിൽ പത്രം വായിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ചില ആളുകളൊക്കെ ചായ കുടിക്കും ഒക്കെ ചെയ്യാറുണ്ട് ലിവിംഗ് റൂമിൽ. അതാണ് നമ്മുടെ മെയിൻ റൂം അല്ലെ? സോ there is living room, bedroom and kitchen. Kitchen for cooking food അല്ലെ? നമുക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കിച്ചൺ ഉള്ളത്. കിച്ചണിലാണ് നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുക അല്ലെ? അമ്മമാര് നമുക്ക് നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുക എവിടെയാണ്? എവിടെയാണ് ഏഞ്ചൽ മരിയ TP? എവിടുന്നാണ് അമ്മ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി മോൾക്ക് തരാറ്? Once again, please unmute once again. Kitchen. കിച്ചണിലാണല്ലേ? നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാറുണ്ടോ അമ്മ? എന്താണ്? ഫുഡ് അമ്മ ആക്കി തരുന്നു പറഞ്ഞാ മതി. ഫുഡ് ആക്കി തരും അമ്മ. അമ്മ ആക്കി തരുന്ന ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ടോ? നല്ലതാണോ?
ആണല്ലേ? ഓക്കെ. അപ്പോ എന്താണ്, കിച്ചണിൽ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തരും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാക്കുക? കിച്ചണിലാണ് കുക്ക് ചെയ്യാറ് അല്ലേ? സോ ലിവിംഗ് റൂം, ബെഡ്റൂം ആൻഡ് കിച്ചൺ ആൻഡ് there is also a bathroom in a house. ഒരു ബാത്റൂം എങ്കിലും എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും അല്ലേ? ബാത്റൂം നമുക്ക് ആവശ്യമാണ് അല്ലേ? കുളിക്കാനൊക്കെ നമ്മൾ പോകുന്നത് എവിടെയാണ്? ബാത്റൂം. പിന്നെ ടോയ്ലറ്റും വേണം അല്ലേ? നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എവിടെ പോകണം? ടോയ്ലറ്റ് പോകണം, കുളിക്കാൻ ബാത്റൂമിൽ പോകണം. അപ്പൊ ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ? ഇറ്റ്സ് അബൌട്ട് അവർ ഹൗസ്. There are 4 main rooms in the house. They are living room, bedroom, kitchen and bathroom അല്ലേ? അപ്പൊ ഇതിന്റെ പിക്ചർ ഒക്കെ നന്നായിട്ട് നോക്കുക. എന്താണ്, എക്സാമിന് ചിലപ്പോ ഇങ്ങനെ ഒരു ലിവിംഗ് റൂമോ അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ ഒക്കെ പിക്ചർ കാണിച്ചിട്ട് ഐഡന്റിഫൈ ദ പിക്ചർ എന്ന് പറയും അല്ലെ? ഈ ചിത്രം കണ്ടുപിടിക്കുക, ഇത് എന്താണ്, ബെഡ്റൂം ആണോ, ബാത്റൂം ആണോ, ലിവിംഗ് റൂം ആണോ, കിച്ചൺ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. സോ ഇതിന്റെ ഒക്കെ പിക്ചേഴ്സ് ഒക്കെ നന്നായിട്ട് നോക്കുക. ടിവിയും സോഫയും പിന്നെ കസേരയും ഒക്കെ വെച്ചിട്ട് നമ്മൾ വരുന്ന ആൾക്കാരും ഗസ്റ്റും ഒക്കെ വന്നിരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ലിവിംഗ് റൂം ആണ്. ഭക്ഷണം കുക്ക് ചെയ്യുന്നത് എവിടെയാണ്? ദാറ്റ് ഇസ് ഇൻ കിച്ചൺ അല്ലേ? കിച്ചണിലാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. സോ മെയിൻ 4 rooms are there: living room, bedroom, bathroom and kitchen. Okay, living room, bedroom, bathroom, kitchen. Which are the 4 main rooms in a house, Andrea, Alphonse? Which are the 4 main rooms? Bedroom, kitchen, bathroom. Okay, living room, bedroom, kitchen, bathroom. And which are the rooms, Nihara? Can you say which are the rooms? Bedroom, bathroom, Okay. kitchen, കിച്ചൺ ബാത്റൂമാ. പറയുമോളെ നിഹാര. ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ ആൻഡ് bathroom. bathroom. Okay, living room, bedroom, kitchen and bathroom. And which are the main rooms, Alia? Can you say which are the 4 rooms? Kitchen, Okay. bathroom, Okay. bedroom, Hmm. living room, Hmm. Okay, living room, bedroom, kitchen and bathroom. Okay, ഇതാണ് നമ്മുടെ 4 main rooms അല്ലേ? Living room, bedroom, kitchen and bathroom. So Andrea Therese, which are the 4 main rooms? living room, bedroom, kitchen, and bathroom. Okay, living room, bedroom, kitchen and bathroom. Which are the 4 main rooms? Jewel, Siju, Skaria. Living room, bedroom, Hmm. bedroom, kitchen, kitchen, പിന്നെ എന്താണ്? ബാത്റൂം. ഓക്കെ, ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ ആൻഡ് ബാത്റൂം അല്ലേ? ഇതാണ് 4 മെയിൻ റൂംസ്. ഏതൊക്കെയുള്ളത്? ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം. ഇത്രയും റൂംസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല, വേറെയും കുറെ റൂംസ് ഉണ്ടാവും. സ്റ്റോർ റൂം ഉണ്ടാവും, ഡൈനിങ് റൂം ഉണ്ടാവും അല്ലേ? അങ്ങനെ കുറെ റൂംസ് വേറെയും ഉണ്ടാവും. എന്നാലും എല്ലാ വീട്ടിലും മെയിൻ ആയിട്ട് എന്താണ്? ഈ 4 റൂം എന്തായാലും ഉണ്ടാവും അല്ലേ? സോ ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ ആൻഡ് bathroom. So Dakshit,
ഇതെന്താണ് തലയില് ദക്ഷിത്തെ? ഇതെന്താണ്? ദക്ഷിത്തിന്റെ മുടി എവിടെ പോയി? മഴയത്താണ് മൊട്ടയാക്കാറ് ദക്ഷിത്തെ. നല്ല ചൂടുള്ള സമയത്തല്ലേ മൊട്ടയാക്കേണ്ടത്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, ഏതൊക്കെ റൂംസാ ഉള്ളത് ഒരു വീട്ടില്? ലിവിംഗ് റൂം, ബെഡ്റൂം, kitchen, bathroom. Okay, living room, bedroom, kitchen, and bathroom. Which are the rooms, Anushree? Name the rooms. living room, bedroom, kitchen, bathroom. Okay. Then Ashni, which are the rooms? Ashni, പറയ് മോളെ. പറയില്ല. നമ്മളോട് പെടുത്താണോ? ഇല്ല. അയ്യേ, ആഷ്നി പറയുന്നില്ല അല്ലേ? ആഷ്നി എന്താണ്, ഗുഡ് ഗേൾ ആണോ? അല്ല അല്ലേ? പറയുന്ന മിസ് ചോദിക്കുന്നതിനൊക്കെ കറക്റ്റ് പറയുമ്പോഴാണ് ഗുഡ് ഗേൾ ആവുക. പറയാതിരുന്ന എന്താണ്, ആരാണ്? ബാഡ് ഗേൾ ആണ് അല്ലേ? ഓക്കെ, ആഷ്നി പറയുന്നില്ല എന്നാ പറഞ്ഞേ. മിസ് വേറെ ആരുടെങ്കിലും ചോദിച്ചു നോക്കട്ടെ. ആഷ്നി പറയുന്നുണ്ടോ? ഉണ്ടോ? യെസ് ഓർ നോ? പറയുന്നില്ല അല്ലേ? എന്നാ കുറച്ച് കഴിയുമ്പോ പറഞ്ഞാ മതിയേ. Then Ashil Dev, which are the four main rooms in the house? Ashil, please unmute. Living room, kitchen, bedroom, Okay. Then Muhammad Faizan, which are the 4 rooms in the house? Faizan, okay. Kitchen, bathroom, bedroom, and living room. Okay. Then Ashni, why are you crying? Ashni, listen here. നല്ല മോളാണ്, ഗുഡ് ഗേൾ ആണ്. എന്തിനാ കരയുന്നേ? എന്തിനാണ് കരയുന്നത്? ആഷ്നി, ലുക്ക് ഹിയർ. നമ്മൾ ഇന്ന് വീഡിയോ കാണുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് കാണേണ്ടത്? ഇന്ന് ആരുടെ വീഡിയോ കാണണ്ടേ? പറഞ്ഞ ആരെങ്കിലും ഇന്ന് എന്ത് വീഡിയോ കാണണ്ടേന്ന്? ഹൗസിന്റെ ആണോ, അല്ല ഡോറയാണോ, കാത്തു ആണോ, എന്താ കാണണ്ടേ ഇന്ന്? ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ലല്ലോ. ആർക്കും ഒന്നും കാണണ്ടല്ലേ? ആ, ജ്വാനസിനെ കൈ ഉയർത്തുന്നുണ്ട്. എന്താണ് മോളെ? കാത്തു ആണല്ലേ? ആ, ഇന്ന് കാത്തുവാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നല്ല മക്കളായിട്ട് ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കാണിക്കുള്ളൂ. So there are 4 main rooms in the house. They are living room, a bedroom, bathroom, and kitchen. Okay. Then take the next page. Sorry. Then take the next page. Here is an enrichment activity for you. Okay. Page number 113, 130. Okay. Did you do that? ചെയ്തിട്ടുണ്ടോ അത്? ഉണ്ടോ? കഴിഞ്ഞ ദിവസം മിസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ.
Here is the picture. First one is a living room. Here is given an example for a living room. And second one, where did we match the second picture? It is bathroom. Okay, bathroom. Bathroom. Okay, second picture is matched with the bathroom. Then third picture. Third. KGB. English. Okay, then third picture is, which is the third picture? Which room is that? Then Kashyap, where did we match the third picture? നമ്മൾ എങ്ങോട്ടാണ് മൂന്നാമത്തെ പിക്ചർ മാച്ച് ചെയ്യേണ്ടത്? Please unmute. Unmute ചെയ്തിട്ട് ആൻസർ ചെയ്തേ Kashyap. ആണല്ലേ, കശ്യപ് ആൻസർ ചെയ്യുന്നില്ല. ആശ്രീനെ പോലെ കശ്യപും നമ്മളോട് പിണക്കാണ്. Then ഇനി ആരാ പറയാൻ വേണ്ടി പോകുന്നത്? ആരെങ്കിലും പറയുന്നുണ്ടോ എങ്ങോട്ടാണ് നമ്മളത് മാച്ച് ചെയ്യേണ്ടതെന്ന്? ആർക്കറിയാ? ആരാ കയ്യെടുത്തുന്നുള്ളത് നോക്കട്ടെ മിസ്. Okay, then okay, Arnav, പറയൂ മോനെ. Kitchen, bathroom. Okay, that's kitchen. Okay, enough. That's kitchen. Our third picture is matched with the kitchen. അല്ലേ, മൂന്നാമത്തെ പിക്ചർ ഏതാണ്? കിച്ചൺ ആണ്. നമ്മൾ അവിടെ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കിച്ചണിലേക്ക് അത് മാച്ച് ചെയ്യണം അല്ലേ. സോ ഫസ്റ്റ് വൺ ഈസ് ലിവിംഗ് റൂം, മാച്ച് വിത്ത് ദിസ് ലിവിംഗ് റൂം. ആൻഡ് സെക്കൻഡ് വൺ bathroom. Then third kitchen. And last picture is, last one is last picture is Anvi. പറയുമോളെ ഇതാണ്. Bedroom. Okay, then first one is living room and the second one is bathroom, third is kitchen, fourth one is bedroom. There are four main rooms: living room, bedroom, kitchen and bathroom. Clear? So we studied about the different rooms in the house. Main four rooms are living room, bedroom, kitchen and bathroom. There are main four rooms in the house. They are living room, bedroom, bathroom and kitchen. Okay, clear? നമ്മൾ ആ വർക്കും ചെയ്തു അല്ലേ. നമ്മളത് വർക്ക് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളത് പറഞ്ഞു. വരച്ച് മാച്ച് ചെയ്യാത്തവർ എന്ത് ചെയ്യാ? ഇപ്പൊ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യണേ. ചെയ്യാത്തവരുണ്ടോ? ആരേലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? പെട്ടെന്ന് തന്നെ അതാ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് വൺ നമ്മൾ ലിവിംഗ് റൂമിലേക്ക് ഓൾറെഡി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ ബാത്റൂം ആണ്, തേർഡ് വൺ കിച്ചൺ, ഫോർത്ത് വൺ ബെഡ്റൂം. ചെയ്തല്ലോ. Then അതിജിത്ത്, എന്താ മോനെ അതിജിത്തിന് ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ അതിജിത്ത്? എന്താണ്? Bedroom, living room. Bedroom, living room, kitchen, bathroom. Okay, very good. These are the four rooms in the house: bedroom, living room, kitchen and bathroom. Good boy. Okay, then next page. Next
Now we are going to learn about our school. Your next portion is my school. Which is your school? What's the name of your school? Then Vaishnav KP, what is the name of your school? Can you say the name of your school? True Light English School. True Light English School. Dakshina, can you say the name of your school? Light English School. True Light English School. Okay. Then Ashni, can you say the name of your school, Ashni? What's the name of your school? True Light English School. Very good. True Light English School is your school. So your school name is True Light English School. Then we are going to learn about your school. Where is your school and which are the main rooms in the school and സ്കൂളിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? നിങ്ങളുടെ സ്കൂൾ എവിടെയാണ്, സ്കൂളിൽ എന്തൊക്കെയാ ഉള്ളത്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. സ്കൂളിൽ എന്തൊക്കെയുണ്ട്, നിങ്ങൾ ആരും സ്കൂൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോഴൊക്കെ സ്കൂൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ ഇരുന്ന് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല, നമുക്ക് കൊറോണയൊക്കെ കഴിഞ്ഞ് തുറന്നു വരുമ്പോ സ്കൂളിലെ കാര്യങ്ങളും സ്കൂളിലെ പാർക്കിൽ കളിക്കുകയും സ്കൂളിൽ ഇരുന്ന് പഠിക്കുകയും ഒക്കെ ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്കൂളിനെ കുറിച്ചാണ്. സ്കൂളിൽ എന്തൊക്കെയാ ഉള്ളത്, സ്കൂളിൽ വരുമ്പോ നമ്മൾ എന്തൊക്കെയാ കൊണ്ടുപോവുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ക്ലാസ്സിന്റെ ടൈം എന്തായാലും കഴിയാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് സമയം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ മിസ് നിങ്ങൾക്ക് വീഡിയോ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ മിസ്. You see the drippy, I'm fitted up. Hop in my car and the giddy up. Secure the bag, yeah, I get the bus. Pick it up, pick it up, pick it up. Hop in my car and the giddy. Can you hear? കേൾക്കുന്നുണ്ടോ? Yes. Okay. കേൾക്കുന്നുണ്ടോ? ഞാനാ നിങ്ങളുടെ കാത്തു ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആശിൽദേവ് മോനെന്താ കാണാത്തെ? ആശിൽദേവ് കാണാനിഷ്ടം കാത്തുന്റെ വീട്ടിൽ ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാണിഷ്ടം ആർക്കാണിഷ്ടം
കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ ആർണവേ? Is it good? Yes. കാണാറുണ്ടോ നിങ്ങൾ കാത്തു നിങ്ങളുടെ വീട്ടിൽ നിന്ന്? കാണാറുണ്ട്. അധികം കാണരുത് കേട്ടോ. എപ്പോഴെങ്കിലും ഒക്കെ കാണാൻ വേണ്ടി പാടുള്ളൂ. അതിൽ പറഞ്ഞത് എന്തൊക്കെയാന്ന് കേട്ടോ? നല്ലത് മാത്രം ചെയ്യാം, അമ്മ പറഞ്ഞാൽ കേൾക്കാന്നൊക്കെ പറയുന്ന കേട്ടോ. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം? നല്ലത് മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, അമ്മമാര് പറയുന്നതൊക്കെ കേൾക്കണം എന്നൊക്കെയാണ് കാത്തു പറഞ്ഞത്. അപ്പോ എല്ലാരും അമ്മമാര് പറയുന്നതൊക്കെ അനുസരിച്ച് നല്ലത് മാത്രം ചെയ്തിട്ട് നല്ല മക്കളായിട്ട് ഇരിക്കണം കേട്ടോ. Okay, now let me wind up. This is the time to wind up our class. Okay, miss wind up ചെയ്യട്ടെ? Okay, next ക്ലാസ്സിൽ കാണാം. അപ്പോഴേ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സ്കൂളിനെ കുറിച്ച് പഠിക്കാം അല്ലേ? Okay, then tata, see you in the next class. Tata, bye bye. Tata. Bye. Love you all. Umma.